നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 11-ാം തീയതി 1201 ആണ്ട് കർക്കിടക മാസം 26-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് പുണർദൻ നക്ഷത്രം. ഇപ്പോൾ പുണർദൻ നക്ഷത്രം ചൊവ്വാഴ്ച ഇന്ന് ചതുർദശിയാണ്. അപ്പോൾ ഇങ്ങനെ പുണർദ നക്ഷത്രം നല്ല നക്ഷത്രമാണ്, ചതുർദശിയും കൊള്ളാം. പക്ഷേ ഇവിടെ ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വ ഭഗവാനെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ചൊവ്വ എന്ന് പറയുമ്പോൾ ചൊവ്വ എന്ന് പറയുമ്പോൾ അഗ്നികാരകനാണ്, തീയാണ്. ഭൂമി ഇപ്പോഴും പുറം തണുത്തിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഉൾഭാഗം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭൂമി അഗ്നിയാണ്, അഗ്നികാരകനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ സൂക്ഷിക്കണം. അതുപോലെ വാഹനം കൈകാര്യം, വാഹനവും അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. അതുപോലെ ശത്രുഗ്രഹമാണ് ചൊവ്വ, ശത്രുക്കളെ ഉണ്ടാക്കും. അസൂയാലുക്കളും ശത്രുക്കളും വർദ്ധിക്കും. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഒരാളോട് സംസാരിക്കുന്നിടത്തൊക്കെ വളരെ മയത്തോടു കൂടി പോകണം. എങ്കിൽ മാത്രമേ ചൊവ്വ നമുക്ക് അനുകൂലപ്രദമായി തീരുകയുള്ളൂ. ചൊവ്വയെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. അതിനുവേണ്ടി സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് ഈ ദോഷങ്ങൾക്ക് അയവ് വരും. പക്ഷേ കർക്കിടക മാസത്തിലെ പുണർദ നക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. അതാണ് നമുക്ക് പേടിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ചൊവ്വ ആക്സിഡൻ്റ് ഉണ്ടാക്കും, പൊള്ളലുണ്ടാക്കും, ശത്രുക്കളെ വർദ്ധിപ്പിക്കും, കേസ് വഴക്കുകൾ വരും, സാമ്പത്തിക നഷ്ടം വരും, അതുപോലെ രക്തസംബന്ധമായ അസുഖം വരും. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തന്ന് നമ്മളെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ചൊവ്വയുടെ കവചം, നമുക്കിത് യാക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പ്രൊട്ടക്ഷൻ. അതിന് ചൊവ്വയുടെ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാനുള്ള എനർജി സുബ്രഹ്മണ്യ സ്വാമി എന്നേ കിട്ടുള്ളൂ. ഓരോ ദൈവങ്ങളും ഓരോ എനർജിയാണ്. ആ എനർജി നമുക്ക് കിട്ടുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ ദോഷം ശമിക്കും. ഒരു അസുഖത്തിന് ഒരു മരുന്ന് കഴിക്കുന്നത് പോലെ. അപ്പോൾ നമുക്ക് മുരുകനെ പ്രീതിപ്പെടുത്തണം. അതുപോലെ സുബ്രഹ്മണ്യ യന്ത്രം ദേഹരക്ഷയായി ധരിക്കണം, പ്രൊട്ടക്ഷനായിട്ട്. ഒക്കെ ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. ഇന്നത്തെ ദിവസവും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാലം ഉച്ചയ്ക്ക് ശേഷമാണ്. 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3 മണി മുതൽ രാഹുകാലം തുടങ്ങൂല. 3:35 തൊട്ട് 5:08 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം നോക്കി രാവിലെ അല്ല എങ്കിൽ പോലും പുതിയ യാത്രയ്ക്ക്, ഒരു സ്ഥലത്ത് ആദ്യമായി യാത്ര തുടങ്ങാൻ, പുതിയ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ ശുഭയാത്രകൾക്ക് ഒഴിവാക്കുക. അതുപോലെ ഗുളികകാല സമയവും യമഘട്ടകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക. അത് ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം, ഗുളിക ഉദിച്ച് നിൽക്കുന്ന സമയം 12:30 തൊട്ട് 2:02 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 9:24 തൊട്ട് 10:57 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ അഭിജിത്തിനെ ആശ്രയിക്കുക. അഭിജിത്ത് സമയം വരുന്നത് ജാതക പ്രകാരം തന്നെ അഭിജിത്തിൻ്റെ സമയം 12:06 തൊട്ട് 12:54 വരെ അഭിജിത്ത് മുഹൂർത്തമാണ്. ഈ സമയം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും ഒരു പ്രത്യേക കവചം, പ്രത്യേക പോസിറ്റീവ് കവചം നിൽക്കുന്ന സമയമാണ്. നമുക്ക് ഈ സമയം ഉപയോഗിക്കാം. അതും ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. ചൊവ്വ നമുക്ക് പോസിറ്റീവ് ആവാൻ വേണ്ടി റെഡ് കളർ, ചുവന്ന വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മളെ ദോഷം കുറയ്ക്കാനും തടസ്സം മാറാനും
കാര്യങ്ങൾ അനുകൂലപ്രദമായി മാറാനും സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.